എന്തോ ചേച്ചി? താക്കോല് കാണുന്നില്ല. കാണുന്നില്ലേ? ഇല്ല, മാറിക്കേ. അയ്യോ ചേച്ചി, ഈ ഡോർ തുറന്നടക്കുക. അയ്യോ, ഞാനിവിടെ വെച്ചത്. അയ്യോ, കാണുന്നില്ലല്ലോ. അപ്പോ ഇന്നലത്തെ രാത്രിത്തെ കാര്യമൊന്നും അവർ അറിഞ്ഞിട്ടില്ല? ഇല്ല. ആഹാ, എന്നാ ഞാൻ വരാം. നടക്ക്. ആ നടക്കടി, നടക്ക്. ഇങ്ങോട്ട് മാറ. ആഹാ, ഇവിടെ വെച്ച്. ഈശ്വര, ചേച്ചി ഇവിടെ തന്നെ വെച്ചെന്ന് ഉറപ്പാണോ? അതെ. അയ്യോ, എന്താ മോളെ? അമ്മായി, ഞാൻ ഇവിടെ പൈസ വച്ചിരുന്നതായി കാണുന്നില്ല. ഇപ്പൊ കാണുന്നില്ലെന്നോ? അയ്യോ, മോളെ എവിടെ വെച്ചേ? ഞാൻ ഇവിടെ തന്നെ വെച്ചതാ. നോക്ക് മോളെ, അവിടെ തന്നെ കാണും. എന്റെ ദൈവമേ, നോക്ക്. ഇത് അയാൾ കൊണ്ടുപോയതാ. അതെ, നിങ്ങൾ അറിയാതെ ആ കാശ് ഇവിടുന്ന് പോയില്ല. കാശോ? ഏത് കാശ്? ഞാൻ ഇന്നലെ അന്നമ്മ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അലമാരെ കൊണ്ടുവച്ച 10 ലക്ഷം രൂപ. അയ്യോ, നിങ്ങളത് കണ്ടതല്ലേ? അത് നിങ്ങൾ തന്നെയാ എടുത്തത്. ഞാൻ ഇന്നലെ ഇവിടെ കള്ളം വന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ എന്നെ മതിലാട്ടക്കാരനാക്കി, ഒളിഞ്ഞു നോട്ടക്കാരനാക്കി. ഇവിടെ പഞ്ഞിക്കിട്ടു. ഇപ്പൊ മനസ്സിലായില്ലേ ശരിക്കും കള്ളം വന്നെന്ന്? അപ്പൊ നിങ്ങൾ ഇന്നലെ പറഞ്ഞ സത്യമായിരുന്നല്ലേ? ചിറ്റേ, ഇയാളെ ഞാൻ വിശ്വസിക്കില്ല. ഇന്നലെ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ ഇയാള് കള്ളനല്ലെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ആയിരുന്നു. ശാന്തപ്പൻ ചെറ്റത്തരം കുറെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്നേ വരെ കക്കാൻ പോയിട്ടില്ല. പിന്നെ പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കുന്ന കാശൊക്കെ എടുത്തോണ്ട് ആരാ? നിങ്ങളല്ലേ? എത്ര വർഷം നിങ്ങളെ ഞാൻ കാണുന്നു. എടി 100-500 എടുത്തോണ്ട് പോന്നു വെച്ച് നീ വെച്ച 10 ലക്ഷം രൂപയൊന്നും ഞാൻ എടുത്തോണ്ട് പോയിട്ടില്ല. കള്ളം വന്ന് അവനെ പിടിക്കാനായിട്ട് ഞാൻ ചാടിയതാ. അപ്പന അവരെല്ലാരും കൂടെ എന്നെ പിടിച്ച് കെട്ടിയിട്ടത്. ഇങ്ങനെ പറയുന്നത് സത്യമായിരിക്കും. ഇത്രയും വലിയ തുകയൊന്നും കക്കാനുള്ള ധൈര്യമൊന്നും ഇങ്ങേർക്കില്ല. അത് പോലീസിനോട് പറഞ്ഞാ മതി. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോവാ. ചെല്ലടി, നീ ചെന്ന് പരാതി കൊടുക്ക്. പോലീസ് തെളിയിക്കട്ടെ ഞാൻ കള്ളനല്ലെന്ന്. ചെല്ലടി, ചെല്ല്. മിണ്ടായിരിക്കും മനുഷ്യ. ഇപ്പൊ വരാവേ. നീ സുലു, മോളെ ചാരു, മോള് പറയുന്നത് പോലെ ഇവനാണ് ആ കാശ് എടുത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും മോള് പോയി പരാതി കൊടുത്താ ശാന്തപ്പനെ ഈ കുഞ്ഞുമോളെ ഒരുമിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യും. മോഷണം പോയത് ഇത്രയും വലിയ തുകയായതുകൊണ്ട് അത് വാർത്തയാവും, നാട്ടുകാർ മുഴുവൻ അറിയും. പിന്നെ കള്ളന്റെ മോളെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് എന്റെ മോനെ നാട്ടുകാർ മുഴുവൻ കളിയാക്കും. അപ്പൊ കാശ് ഇവര് കൊണ്ടുപോയിക്കോട്ടെ എന്നാണോ അമ്മായി പറയുന്നത്? എടി, ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ തന്നെ അത് എടുത്തതെന്ന് എനിക്കറിയാം. മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇപ്പൊ മോള് പ്രശ്നം ഉണ്ടാക്കരുത്. നിന്നെ പോലൊരു പാവത്തിന്റെ കയ്യിലെ കാശ് ഇവൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ദൈവം ഇവന് കൊടുക്കും. മോളെ, എന്റെ മോളിങ്ങോട്ട് വന്നേ. വാ, അമ്മായി പറയട്ടെ. മക്കളെ സമാധാനപ്പെടും. വാ. അതെ, എന്റെ മോള് വിഷമിക്കരുത്. ആ കാശ് നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. ഇനി അഥവാ ഇവൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നുമോൾ അതങ്ങ് വിട്ടേക്ക്. നമുക്കത് ഇപ്പൊ പ്രശ്നമാക്കണ്ട മോളെ. എന്നാലും അമ്മായി, എന്റെ പൊന്നുമോൾ അമ്മായി പറയുന്ന കേക്ക്. പൈസ മോഷണം പോയിന്ന് ഇങ്ങനെ മാഷ് അറിഞ്ഞാ ഉണ്ടല്ലോ എന്താ നടക്കുമെന്ന് അറിയാലോ. എന്നാ പിന്നെ മാഷ് ചിലപ്പം ശാന്തപ്പനെ എന്തെങ്കിലും ചെയ്തെന്നിരിക്കും. അപ്പോഴും പ്രശ്നം വരാൻ പോകുന്നത് ആർക്കാ? മാഷിന് ആണേ. അതുകൊണ്ട് തൽക്കാലം ഇതിവിടെ ഇങ്ങനെ നിൽക്കട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. മനസ്സിലായോ എന്റെ മോക്ക്? അതെ, ബാലമാമൻ ആ കാശ് ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. നമുക്കതിന് വഴി ഉണ്ടാക്കാം മോളെ. കാര്യല്ലേ?